ഹായ് കൂട്ടുകാരെ, നമ്മൾ കാണാൻ പോകുന്ന മൂവിയുടെ പേരാണ് ലവ് 911. നമ്മുടെ മൂന്നാമത്തെ പാർട്ടാണ്. ബാക്കി രണ്ട് പാർട്ടും നമ്മുടെ ചാനലിൽ കയറി കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. കിമ്മിനോട് സൂ പറഞ്ഞു, നമുക്ക് ഒന്നുകൂടെ കുടിക്കാം. ഞാൻ എന്തിനാ നിന്റെ കൂടെ കുടിക്കുന്നത്? ഞാൻ നിന്റെ കൂടെ വരുന്നില്ല, ഞാൻ വീട്ടിൽ പോവുക. അവർ കാർ നോക്കി നിൽക്കുമ്പോൾ വീണ്ടും പറഞ്ഞു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വഴക്കായി. പെട്ടെന്ന് തന്നെ സാറ തിരിഞ്ഞു നോക്കാതെ നടന്നു പോയപ്പോഴേക്കും തല കറങ്ങി താഴെ വീണു. കിം ഉടനെ സാറയെ എടുത്ത് ഓടാൻ തുടങ്ങി. ഉടനെ തന്നെ സാറയ്ക്ക് ബോധം വന്നു. സാറ പറഞ്ഞു, ഞാൻ റെഡിയായി, എന്നെ താഴെ ഇറക്കൂ. അത് കേട്ട് കിം സൂവിനെ താഴോട്ടിറക്കി. എനിക്ക് തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് അവൾ താഴോട്ടിറങ്ങി. ഉടനെ തന്നെ അവന്റെ കൈ കൊണ്ട് നെറ്റിയിൽ വെച്ച് കാണിച്ചു. കണ്ടില്ലേ, എനിക്ക് അസുഖമൊന്നുമില്ല, എനിക്ക് കൂടുതൽ ടെൻഷൻ അടിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ അവൾ പറഞ്ഞു, നീ എന്റെ കൂടെ കുടിക്കാൻ വരൂ. ഇത് കേട്ട് വേണ്ട, നീ എന്നെ ഈ പറയുന്നേ എന്ന് പറഞ്ഞ് കിമ്മ വഴക്ക് പറഞ്ഞു. എനിക്ക് വീണ്ടും ടെൻഷൻ ആക്കുക എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് വീണ്ടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയാണ്. ഉടനെ തന്നെ അവർ ഒരു ബാറിൽ ഇരുന്ന് കുടിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സീജനും ഷൗഷിയും നടന്നു പോകുന്നതാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും നടന്നു പോകുന്ന വഴിക്ക് സീജൻ പറഞ്ഞു, എന്നെ വളയ്ക്കാൻ എത്ര ശ്രമിച്ചാലും കഴിയില്ല, കാരണം എനിക്ക് നിന്നോട് ഒരു താല്പര്യവുമില്ല. അത് തന്നെ അങ്ങനെ പറയുന്നത്, ഒന്ന് ശ്രമിക്കാതെ എങ്ങനെ പറയാൻ പറ്റും എന്ന് ഷൗഷി ചോദിച്ചു. പിന്നീട് കാണിക്കുന്ന കിം ഒരു സ്റ്റൂളും കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണ്. അത് കണ്ട് ഒരാൾ കിമ്മിനെ കളിയാക്കി, നിന്റെ ഭാര്യയാണോ അത്? ഞാൻ നിങ്ങളെ തമ്മിൽ വേർപിരിക്കട്ടെ. അത് കേട്ട ഉടനെ കിം എഴുന്നേറ്റ് അയാളുടെ അടുത്തോട്ട് ദേഷ്യപ്പെട്ടു ചെന്നു. അത് കണ്ട് അയാൾക്ക് ഇഷ്ടപ്പെടാതെ അയാൾ കിമ്മിനെ തല്ലി. കിമ്മിനെ തല്ലുന്ന കണ്ട ഉടനെ സൂ അതിന്റെ അടുത്തോട്ട് ചെന്നു. അവളെയും പിടിച്ച് തള്ളി മാറ്റി. പിന്നീട് അവിടെ അടിയാണ് ഉണ്ടായത്. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും അടിയായി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സൂ അയാളെ ചെവി കടിച്ചു പറിച്ചിരുന്നു. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ വന്ന് സൂവിനോട് അയാൾ പറഞ്ഞു, നീയാണ് എന്റെ ചെവി കടിച്ചു പറിച്ചത്, നിന്നെ ഞാൻ ലോക്കപ്പിലാക്കും. കിമ്മിനെയും കൊണ്ട് ആ പോലീസുകാർ പാടുപെടുകയാണ്. കിം ആ പോലീസുകാരനെ ഉപദ്രവിക്കുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഷൗഷിയും സീജനും അവിടെ വരുന്നതാണ്. കിമ്മിനെ ഒരു പോലീസുകാരൻ പിടിച്ച് ഇടിക്കുന്നത് കണ്ടപ്പോൾ സീജൻ ഓടി ചെന്ന് എങ്ങനെ പോലെ നിൽക്കുകയാണ്. അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ ചിരി. കുറച്ച് കഴിഞ്ഞപ്പോൾ സീനിയർ അങ്ങോട്ട് വന്നു. ഇവിടെ എന്താണ് ഈ ബഹളം നടക്കുന്നത്, എന്നോടൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ പോലീസുകാരൻ പറഞ്ഞു, നിങ്ങളുടെ ആൾക്കാരെയും കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ശല്യമാണ്. ഈ പെങ്കൊച്ചാണെങ്കിൽ ഒരാളുടെ ചെവി കടിച്ചു പറിച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കിമ്മിനെ ലാസ്റ്റ് അവർ കൊണ്ടുപോയി. തിരിച്ചു കൊണ്ടുപോകുന്ന വഴിക്ക് കിമ്മിനോട് സ്റ്റൂൾ മാറ്റാൻ പറഞ്ഞത് കേൾക്കത്ത് നടന്നു പോകുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. പിന്നീട് കിമ്മിന്റെ വൈഫിനെയാണ് കാണിക്കുന്നത്. അവൾ ഗർഭിണിയായിരുന്നു. അവൾ അവനോട് വഴക്കു പറയുകയാണ്, ഡെയിലി ട്രിങ്സ് അടിച്ചു വരുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരുടെ തമാശ രീതിയിൽ വർത്താനവും പറഞ്ഞ് ഉറങ്ങാൻ പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കിം എഴുന്നേറ്റ് നോക്കുമ്പോൾ സീജൻ കിമ്മിന്റെ അടുത്തായിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഉടനെ കിമ്മിന് ചാടി എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കുന്നത്, എന്നെ പേടിപ്പിക്കുന്നതെന്ന്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ ചെന്ന് കിം സൂവിനെ വിളിച്ചു കൊണ്ടുവരുന്നതാണ്. പോകുന്നതിന്റെ ഇടയ്ക്ക് കിമ്മിന്റെ കാറിൽ ഒരു മാല കിടക്കുന്നത് സൂ കണ്ടു. അത് എടുക്കാൻ ശ്രമിച്ചപ്പോൾ കിം അവളെ വഴക്കു പറഞ്ഞു. നീ എന്തിനാ അത് എടുക്കുന്നേ എന്ന് ചോദിച്ചപ്പോൾ അവന്റെ ശ്രദ്ധ മാറ്റിയ ശേഷം അവൾ അത് പതിയെ കയ്യിലെടുത്തു. അത് അവന് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങോട്ട് തിരിച്ചു തരാൻ പറഞ്ഞു. അവൾ അത് തുറന്നു നോക്കിയപ്പോൾ കിമ്മിന്റെ ഭാര്യയുടെ ഫോട്ടോ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. പക്ഷെ അത് കിമ്മിന്റെ ഭാര്യയാണോ എന്ന് സൂവിന് അറിയില്ലായിരുന്നു. സൂ ചോദിച്ചു, ഇത് നിന്റെ ഗേൾ ഫ്രണ്ട് ആണോ അതോ നിന്റെ വൈഫാണോ? അവനൊന്നും മിണ്ടിയില്ല. ഇത്രയും നല്ലൊരു വൈഫ് ഉണ്ടായിട്ടാണോ നീ ഈ റിസ്ക് എല്ലാം ചെയ്യുന്നത്? നിനക്ക് എന്തിന്റെ കേടാന്ന് ചോദിച്ച് അവനെ വഴക്കു പറഞ്ഞു. സൂവിന്റെ സ്വഭാവം നമുക്കറിയാമല്ലോ. എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്തിരുന്നില്ലെങ്കിൽ അവൾക്ക് ഒരു സമാധാനമില്ല. അവൾ വീണ്ടും ചോദിച്ചു, നിന്റെ എക്സ് വൈഫ് ആണോ? ഇപ്പോൾ എവിടെയാണ്? ഇത്രയും നല്ല സുന്ദരിയായ ഒരു വൈഫിനെ നീ വേണ്ടാന്ന് വെച്ചോ? അങ്ങനെ ഓരോന്ന് ചോദിച്ച് അവന് കലിപ്പായി. അതിനുശേഷം ഉടനെ കിമ്മിന്റെ ശ്രദ്ധ മാറിയപ്പോൾ അവനോട് വീണ്ടും ചോദിച്ചു, അതോ നിന്റെ ഭാര്യ മരിച്ചുപോയോ എന്ന് ചോദിച്ചു. ഉടനെ കിമ്മിന്റെ ശ്രദ്ധ അങ്ങോട്ട് മാറി. ഉടൻ തന്നെ വണ്ടി ഒന്ന് വന്ന് പാളി. മുന്നിൽ കിടന്ന വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ചെന്ന് ഇടിക്കുന്നതിന് മുമ്പ് അവൻ ബ്രേക്ക് ഇട്ടു. പക്ഷെ സൂവിന്റെ മുഖം പോയി ഫ്രണ്ടിലോട്ട് ഇടിച്ചു. ഉടനെ അവിടെ മൂക്കിന്ന് രക്തം വന്നു. അത് കണ്ട് അവൻ ഒരുപാട് ചിരിച്ചു. സൂ ഉടനെ ചോദിച്ചു, ഇതൊരു വണ്ടി, ഇതൊരു സീറ്റ് ബെൽറ്റ്, എന്തിനാ നീ ഈ വണ്ടിയും കൊണ്ട് നടക്കുന്നേ എന്ന് ചോദിച്ച് അവനോട് ചൂടായി. നിനക്ക് ശ്രദ്ധയില്ല, എന്നെ മൂക്കിടിപ്പിച്ചപ്പോൾ നിനക്ക് സമാധാനമായോ? എന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത് നീ കണ്ടോ എന്ന് ചോദിച്ച ഉടനെ കിമ്മിന്റെ ചിരി നിർത്താനാകാതെ അവൻ ഒതുക്കി പിടിച്ചു നിൽക്കുകയായിരുന്നു. പിന്നീട് കാർ നന്നാക്കാൻ കിം ഇറങ്ങിയപ്പോൾ വീണ്ടും അവൾ ചോദിച്ചു, നിന്റെ ഭാര്യ മരിച്ചോ? നിന്റെ ഭാര്യയ്ക്ക് എന്താണ് സംഭവിച്ചത്? നിനക്ക് എന്താണ് സംഭവിച്ചത്? അവൾ ഓരോന്ന് പറയുന്തോറും അവന് ദേഷ്യം വന്നു. അവൻ പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കാമോ? ഞാൻ ഇതൊന്നും നന്നാക്കിക്കോട്ടെ. നീ നല്ല സുന്ദരിയല്ലേ, നിനക്ക് വേറെ ആണുങ്ങളെ കിട്ടത്തില്ലേ, പിന്നെ എന്തിനാ നീ എന്റെ പിറകെ നടക്കുന്നത് എന്ന് ചോദിച്ചു. നിനക്കറിയാവല്ലോ ഞാൻ നല്ല സുന്ദരിയാണ്, എന്നെ കാണാൻ കൊള്ളാമെന്ന്. പിന്നെ നിന്റെ പിറകെ ഞാൻ നടക്കുന്നത് നിനക്ക് എന്തിന്റെ കേടാ? എന്നെ ഒന്ന് സ്നേഹിക്കാൻ മേലെ? നിനക്ക് ഒരു എക്സ് വൈഫ് ഉണ്ടെങ്കിൽ സാരമില്ല. നീ എന്തൊരു സുന്ദരനാണ്, ഞാൻ എന്തൊരു സുന്ദരിയാണ്, നമ്മളൊക്കെ ഒന്നിക്കുന്നല്ലേ നമുക്ക് നല്ലത്. അങ്ങനെ പറഞ്ഞ് വീണ്ടും അവനെ ഇറിറ്റേറ്റ് ചെയ്ത് നടക്കുകയായിരുന്നു. കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർക്കെല്ലാം താങ്ക്സ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സീ യു സൂൺ.